സംസ്ഥാനത്തെ ഈ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നാലാമത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള രത്തൻ കേൽക്കർ തന്നെ അത് സംബന്ധിച്ച് ഏതുവരെയാണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന കാര്യത്തെ സംബന്ധിച്ച് കൈരളി പ്രേക്ഷകരോട് തന്നെ പ്രതികരിക്കും. ഇപ്പോൾ നമ്മൾ നാലാമത്തെ യോഗമാണ്. രാഷ്ട്രീയ പാർട്ടികൾ വിവിധ തരത്തിലുള്ള ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഇലക്ഷൻ ഓഫീസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന നിലയിൽ ഏതുവരെയായി? ഇപ്പോൾ നമ്മുടെ എനുമറേഷൻ ഫേസിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള ഒരു എനുമറേഷൻ ഫോം വിതരണമാണ്. അതിൻ്റെ ഒരു പുരോഗതി നല്ല ശതമാനം നമുക്ക് എനുമറേഷൻ ഫോം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 85% നമുക്ക് എനുമറേഷൻ ഫോംസ് ജനങ്ങളുടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സാണ്. റാപ്പകലും അവർ പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു നിലയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മുടെ ഒരു പ്രോഗ്രസ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻപ് നമ്മൾ അവതരിപ്പിക്കും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അവർ കുറേ നിർദ്ദേശം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാണ്. എസ്പെഷ്യലി ഓവർസീസ് ഇലക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് വേണം, പിന്നെ അവർക്കുള്ള ഒരു കോൾ സെൻറ്റർ വേണം, പിന്നെ ഇമെയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ടിയിട്ട് വരുന്നത്. സോ പിന്നെ ബാക്കി കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലെ മറ്റൊരു ഫേസ് എന്ന് പറയുന്നത് ഇപ്പോൾ പൂരിപ്പിച്ച ഫോം തിരിച്ച് വാങ്ങാനും, പിന്നെ അതൊരു ഡിജിറ്റൈസേഷൻ ഒരു പ്രോസസ്സുണ്ട്. അത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഫീഡ് ചെയ്യാനും മൊബൈൽ ആപ്പ് വഴി ഫീഡ് ചെയ്യാനുള്ള ഒരു പ്രക്രിയയുണ്ട്. അത് നമുക്ക് തിങ്കളാഴ്ച മുതൽ വളരെ സജീവമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. പിന്നെ 25-ാം തീയതി നവംബർക്കുള്ളിൽ തന്നെ നമുക്കിത് മൊത്തം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ 25-ാം തീയതി വെക്കാനുള്ള കാരണം ബാക്കി നമുക്ക് കുറച്ച് ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള ആൾക്കാർ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അവർ കൂടി കണ്ടെത്തിയിട്ട് ഈ ലിസ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ടാർഗറ്റ്സ് വെച്ചിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ അതിലവർ പലതരത്തിലുള്ള ആശങ്ക പറഞ്ഞു. അതിലൊന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന LSGD ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതേ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇതും ചെയ്യേണ്ടി വരുന്നു എന്നതാണ്. കടുത്ത രീതിയിലുള്ള ഒരു ജോലിഭാരം ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം ഉദ്യോഗസ്ഥരുടെ സംഘടനകളും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. NGO യൂണിയൻ നേതാക്കളൊക്കെ പ്രതികരിച്ചിരുന്നു. അപ്പോൾ ആ ആശങ്കയ്ക്കിടയിൽ ഇത് പരിഹരിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വച്ചിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. കാരണം നമ്മൾ എല്ലാ ദിവസവും ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ EROമാർ അടക്കം നമ്മൾ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും BLOമാരോട് ഒരു ജില്ലയിൽ ഒരു 2-3 BLOമാർ ഉൾപ്പെടെ 14 ജില്ലയുടെ BLOമാരോട് ഞാൻ ബന്ധപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും. അങ്ങനെ പ്രയാസം വന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിലെ ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം. പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജില്ലാ കളക്ടർമാർ അത് നിർവഹിക്കാനുള്ളതാണ്. അങ്ങനെ തന്നെ രണ്ടായിട്ട് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഈ ഇലക്ഷൻ ഇന്നത്തെ യോഗം ചേരുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെൻ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ പോയി സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഇന്ത്യയിലടക്കം ഉന്നയിക്കുന്ന അലിഗേഷൻ ആരോപണമായി പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ ദിവസം ഈ ബീഹാറിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ അത് കൂടുതൽ ശക്തമായി അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു പൊതുവികാരം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആദ്യഘട്ടത്തിൽ തന്നെ സാർ അറിയിച്ചതാണ്. ഈ ഒരു അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ഇനിയും അറിയിക്കുമോ? എന്താണ് നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ ആരോപണങ്ങളെ എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ കാണുന്നത്? ഇല്ല, നമ്മളിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആശങ്കകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരിടാൻ വേണ്ടിയിട്ടും പിന്നെ അതിനുള്ള ഒരു ഉത്തരവ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള യോഗം നമ്മൾ കൃത്യമായിട്ട് എല്ലാ ശനിയാഴ്ച വിളിക്കുന്നത്. സോ ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ അവർ നേരിടുന്നെങ്കിൽ ചെറുതായിട്ട് നമ്മൾ പരിഹരിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഓവർസീസ് ഇലക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ളതെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നു. പിന്നെ ബാക്കി നടപടിയിലേക്ക് നമ്മൾ ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. വളരെ സുതാര്യമായിട്ട് എല്ലാവരുടെ ഒരു പങ്കാളിത്തം ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് 75% നമുക്ക് എത്താൻ സാധിക്കത്തില്ല. എല്ലാവരുടെ വളരെ സജീവമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഈ പ്രോസസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ യോഗങ്ങളെല്ലാം അങ്ങ് വളരെ കോൺഫിഡൻസോടു കൂടി പറയുന്നുണ്ട്. എല്ലാവർക്കും ആരും ഇതിനകത്ത് അവഗണിക്കപ്പെടില്ല. എല്ലാവരും കേരളത്തിലെ പ്രായപൂർത്തിയായ മുഴുവൻ വോട്ടർമാരും ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടാകും. അതിനുള്ള പ്രവർത്തനമാണ്. ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് വരാനുള്ള കാരണം നമ്മൾ കേരളത്തിലെ ഈ സർവീസിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. നമുക്ക് വളരെ സജീവമായിട്ട് നമ്മൾ എല്ലാവരോട് പ്രവർത്തിച്ചിട്ടുണ്ട്. മീഡിയ വളരെ അലേർട്ടാണ്, ജനങ്ങൾ അവെയറാണ്, അലേർട്ടാണ്. അങ്ങനെ ഒരാളിന്
വെറുതെ നമ്മളൊരു ലിസ്റ്റിന് പുറത്താക്കാനുള്ള പ്രക്രിയ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, SIR എന്ന് പറയുന്നത് എല്ലാ എലിജിബിൾ വോട്ടർ നമ്മൾ ലിസ്റ്റിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പേഴ്സൺസ് ഡിസേബിലിറ്റീസ് ഉന്നതി അടക്കം നമ്മുടെ കളക്ടർമാരടക്കം പോകുന്നത്, ഉന്നതിയിലേക്ക് പോകുന്നത് ഒരാൾ എലിജിബിൾ ആയിട്ടുള്ള ആൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ മോട്ടോ. തീർച്ചയായിട്ടും എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനും നമ്മൾ ലിസ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിന് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ആൾക്കാർ വിട്ടു പോകുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലിസ്റ്റ് നമുക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് തന്നെ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഓരോ ആൾ പോലും എലിജിബിൾ ആയിട്ടുള്ള ആൾ ലിസ്റ്റിന് പുറത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. താങ്ക് യു സാർ, നമ്മളോട് കൈരളി പ്രേക്ഷകരോട് ഈ തിരക്കിനിടയിലും പ്രതികരിച്ചത്.